തെളിവുകൾ പിൽക്കാല കേരളത്തെ എങ്ങനെ നിർമ്മിച്ചെടുത്തു എന്നതിനെ കുറിച്ചാണ് നാം ആഴത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള നവോത്ഥാനത്തെക്കുറിച്ച് കുറച്ച് ദശകങ്ങൾ മുമ്പ് നിലനിന്ന വിചാരങ്ങളൊന്നും ഇന്നില്ല. നവോത്ഥാനത്തെ പല മട്ടിൽ അതിൻ്റെ ഉള്ളറകളിലെ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ അടുത്തറിയാനും നോക്കിക്കാണാനും ഇന്നത്തെ ഗവേഷകർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിൻ്റെ ഒന്നാം ഘട്ടം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച വ്യക്തിബിംബങ്ങൾക്ക് ഇന്ന് വലിയ പ്രാധാന്യമൊന്നുമില്ല. 1888 ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയാണ് ആധുനിക കേരളത്തെ ഉണ്ടാക്കിയെടുത്തത് എന്ന മൂർച്ച കുറഞ്ഞ ഒരു തീർപ്പിൽ എത്തി നിൽക്കാൻ ഇന്നത്തെ ഗവേഷകർക്ക് കഴിയുകയുമില്ല. ശ്രീനാരായണ ഗുരു ഒറ്റയ്ക്കല്ല ആ പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. ആ പ്രദേശത്തുകാർ ഗുരുവിനെ വിളിച്ചുകൊണ്ടുവരികയാണ്. അവിടെ ഇന്നത്തെ സ്വാഗത സംഘത്തിന് തുല്യമായ ജനങ്ങളുടെ കൂട്ടായ്മ പ്രവർത്തിച്ചിരുന്നു. ആ ജനങ്ങളും ഗുരുവും ചേർന്നാണ് ആ പ്രതിഷ്ഠ നടത്തിയതെങ്കിൽ പിൽക്കാലത്ത് ആ ജനത അരുവിപ്പുറം പ്രതിഷ്ഠയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. ഏകനായ ഒരു വ്യക്തി ഒറ്റയ്ക്ക് എല്ലാം നിർവഹിക്കുന്ന നായകതുല്യമായ ഒരു കഥാപാത്രത്തിൻ്റെ ചെയ്തികളിൽ അഭിരമിച്ചു വരുന്ന ഒരു ജനതയുടെ ശീലങ്ങളായിരിക്കാം നവോത്ഥാനത്തിനകത്ത് ഇടപെട്ട ഒരു മഹാജനതയെ മുഴുവൻ തള്ളിമാറ്റി ആ സ്ഥാനത്തേക്ക് ചില പിതൃബിംബങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നമ്മെ ഇപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നവോത്ഥാനത്തിൻ്റെ ആദ്യ ശ്രേണി വളരെ കാലം വിസ്മൃതിയിലേക്ക് പോയത്. 1812 കുറിച്യ കലാപം ഉൾപ്പെടെ നവോത്ഥാനത്തിനകത്ത് നടന്ന ഒട്ടേറെ ചെറുതും വലുതുമായ സമരങ്ങളും മുഴുവൻ വിസ്മരിച്ചു കളയുകയും ചരിത്രത്തിൻ്റെ ഏതോ ഒരു ദശയിൽ നിന്ന് നവോത്ഥാനം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് പഴകി ശീലിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചതും ഈ നായക ബിംബത്തിലുള്ള അതിവിശ്വാസത്തിലാണ്. നവോത്ഥാനം എന്ന വാക്കിനോട് രാഷ്ട്രീയമായ കാരണങ്ങൾ വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. നവോത്ഥാനം എന്നുള്ളത് ഒരു പടിഞ്ഞാറൻ സങ്കല്പമാണ്. പടിഞ്ഞാറ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന തുർക്കിയിലെ നഗരം തുർക്കികൾ പിടിച്ചെടുക്കുന്നതോടുകൂടി, രസകരമായ പ്രയോഗം, സ്വന്തം നാട് ഒരാൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ രസകരമായ മറ്റൊന്ന് ലോകചരിത്രത്തിൽ വേറെ എവിടെയും ഉണ്ടാവില്ല. ബൈസാന്റിയൻ റോമ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് സ്വന്തം നാടിനെ വിമോചിപ്പിച്ചതിനെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തു എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നു. ആ സമയത്ത് ഫ്ലോറൻസിലേക്ക് രക്ഷപ്പെട്ടു പോയ ആളുകൾ കൂടെ കൊണ്ടുപോയ പുസ്തകങ്ങളിൽ നിന്നാണ് പുരാതന കാലത്ത് ജനാധിപത്യവും ചർച്ചകളും സംവാദങ്ങളും സാഹിത്യവും സയൻസും ഒക്കെ നിലനിന്ന ഒരു രാഷ്ട്രതന്ത്ര വ്യവസ്ഥ ഉണ്ടായിരുന്നുവെന്നും ആ വ്യവസ്ഥയെ ഏറിയോ കുറഞ്ഞോ ഉള്ള അളവിൽ പുനഃസ്വീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതിലേക്കാണ് മധ്യകാല സമൂഹം എത്തിച്ചേരേണ്ടത് എന്ന ധാരണയിൽ നവോത്ഥാനം എന്ന ഒരു പ്രബുദ്ധത എന്നൊരു സങ്കല്പം ഉണ്ടാവുകയും ചെയ്യും. ജന്മിത്തത്തിനെതിരെയുള്ള സമരം, സയൻസിന്റെ കടന്നുവരവ്, കലയുടെ വ്യവസ്ഥാവൽക്കരണം എന്നിങ്ങനെ ഒട്ടേറെ വിഭാഗങ്ങളിൽ അത് ഒരു ആധുനിക മനുഷ്യനെ സങ്കല്പിക്കുന്നു. അവരെ പ്രചോദിപ്പിച്ചത് പഴയ കാലത്തെ എഴുത്തുകളും ചെയ്തികളും പുസ്തകങ്ങളും സന്ദേശങ്ങളും സംഘർഷങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ കേരളീയ നവോത്ഥാനത്തിന് അങ്ങനെ ഒരു പഴയ കാലത്തിലേക്ക് നോക്കാനുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും കേരളീയ നവോത്ഥാനം യൂറോപ്യൻ മോഡേണൈസേഷന്റെ ഭാഗമാണ്. ഇംഗ്ലീഷ് അച്ചടി മാധ്യമങ്ങൾ, നാട്ടുവിദ്യാഭ്യാസത്തിൽ വന്ന പുരോഗതി, നിയമവ്യവസ്ഥയിൽ വന്ന മാറ്റം എന്നിവ ഉണ്ടാക്കിയ സ്വാഭാവികമായ പരിഷ്കരണത്തെയാണ് നാം കേരളീയ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് അനേകം പേർക്ക് സംഘർഷഭരിതമായ ജീവിതത്തിലൂടെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 1812 കുറിച്യ കലാപം പോലും, കലാപം എന്നുള്ള വാക്ക് എന്തുമാത്രം ചരിത്രവിരുദ്ധമാണ് എന്നെനിക്കറിയാം. കുറിച്യ കലാപം പോലും വേണ്ട വിധത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. തെക്കൻ തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളിൽ തമിഴ് സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ജാതിക്കും മതത്തിനും എതിരെ നടന്നു വന്ന സംഘർഷങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തിന്? കേരളീയ നവോത്ഥാനം ആരാണ് തുടങ്ങിയത് എന്ന രാഷ്ട്രീയമായ ഒരു ചോദ്യത്തെ ഇന്ന് വരെ നാം അഭിസംബോധന ചെയ്തിട്ടില്ല. ആ അഭിസംബോധന ചെയ്യാതിരിക്കുന്നതിൽ നമ്മുടെ മിടുക്കാണ് കേരളീയ നവോത്ഥാനത്തെ 1888 കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നതിൽ വരുന്നത്. വാസ്തവത്തിൽ കേരളീയ നവോത്ഥാനം തുടങ്ങുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നാണ്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട, ഒരു സംശയവും വേണ്ട.
കേരളീയ നവോത്ഥാനത്തിന്റെ ആധാരശില കേരളത്തിനകത്ത് നിക്ഷേപിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവരാണ് അടിമത്തത്തിനെതിരെയുള്ള ആദ്യത്തെ സമരം ആരംഭിക്കുന്നത്. അവരാണ് കല്ലുമാല ഉൾപ്പെടെയുള്ള ദുരാചാരങ്ങളെ ഇല്ലാതാക്കാൻ പാവപ്പെട്ട ആളുകൾക്ക് ശക്തി കൊടുക്കുന്നത്. അവരാണ് ആദ്യമായി തൊഴിൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. അവരാണ് ആദ്യമായി സ്ത്രീ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അവരാണ് ആദ്യമായി പള്ളിക്കൂടത്തിനകത്ത് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ആളുകളെ സ്വീകരിച്ചിരിക്കുന്നത്. അവരാണ് ആദ്യത്തെ ലൈബ്രറി തുടങ്ങുന്നത്. അവരാണ് ആദ്യത്തെ വിദ്യാലയം തുടങ്ങുന്നത്. അവരാണ് ആദ്യത്തെ അച്ചടി പ്രസ് തുടങ്ങുന്നത്. അവരാണ് ആദ്യത്തെ അച്ചടി മാധ്യമം തുടങ്ങുന്നത്. അവരാണ് ആദ്യത്തെ പത്രം തുടങ്ങുന്നത്. അവരാണ് ആദ്യത്തെ പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. ഇനി നവോത്ഥാനത്തിന്റെ ഏത് മേഖലയിലേക്ക് പോയാലും ക്രിസ്ത്യൻ മിഷനറിമാർ ആവിഷ്കരിച്ച് തുടങ്ങിയ ഒരു ചെറിയ വിത്ത് വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ചതിന്റെ കഥയാണ് നവോത്ഥാനത്തിന്റെ കഥ. അതുകൊണ്ടാണ് ജോർജ് മാത്തൻ എന്ന ഒരു പേര് അടിമത്ത സമ്പ്രദായം ഇല്ലാതാക്കുന്നതിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ പ്രസക്തമാണ്. അടിമത്തം ഒരു സുപ്രഭാതത്തിൽ തിരുവിതാംകൂർ ഗവൺമെന്റ് ഇല്ലാതാക്കുകയല്ല, മദ്രാസ് ഗവൺമെന്റുമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായും നിരന്തരം നടന്ന എഴുത്തുകുത്തുകളുടെയും സന്ദേശങ്ങളുടെയും ആശയവിനിമയത്തിന്റെയും ഭാഗമായി നിർബന്ധിതമായി തിരുവിതാംകൂറിൽ അത് ഇല്ലാതാക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേരള നവോത്ഥാനത്തിന്റെ ആദ്യ ഘട്ടത്തിനകത്ത് ഇടപെട്ട ആളുകളുടെ സംഭാവനകൾ പോലും നാം ഈ നവോത്ഥാനവുമായി ചേർത്ത് വായിച്ചിട്ടില്ല. മലയാളം കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും വിദ്യാഭ്യാസത്തിന്റെ മാനക ഭാഷയാകണമെന്ന് ആദ്യം പറയുന്നത് ജോർജ് മാത്തനാണ്. തിരുവിതാംകൂറിൽ സ്കൂൾ തുടങ്ങുകയും അവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്യുന്നത് ജെ റോബർട്ട് ആണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇന്നും കേരളത്തിൽ ഒരുമിച്ച് ഇരുത്തി പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന സ്കൂളുകൾക്കെതിരെ ഇന്ന് കേരളത്തിൽ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് 150-200 വർഷം മുമ്പുള്ള ഒരു തിരുവിതാംകൂറിൽ ഇങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ഇരുത്തി സ്റ്റേറ്റിന്റെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസം എന്ന ഒരു നയം ഈ മിഷണറിമാർ മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ അവരുടെ എല്ലാ ഭാഗങ്ങളും ന്യായീകരിക്കുമെന്നല്ല. ചരിത്രത്തിൽ അങ്ങനെയില്ല. ചരിത്രത്തെ നാം വായിക്കുന്ന രീതിയാണ് എല്ലായ്പ്പോഴും ശരി മാത്രം ചെയ്യുന്ന ഒരു സമൂഹവും എല്ലായ്പ്പോഴും തെറ്റ് മാത്രം ചെയ്യുന്ന ഒരു സമൂഹം. അങ്ങനെയല്ല. ഒരു സമൂഹം ചിലപ്പോൾ ശരി ചെയ്യുന്നു, ചിലപ്പോൾ തെറ്റ് ചെയ്യുന്നു. ഒരു കാലത്തിന്റെ ശരി വേറൊരു കാലത്തിന്റെ തെറ്റാവാം, ഒരു കാലത്തിന്റെ തെറ്റ് വേറൊരു കാലത്തിന്റെ തെറ്റും ആവാം. നിലനിൽക്കുന്ന ഒരു നീതിബോധവും രാഷ്ട്രബോധവും രാഷ്ട്രതന്ത്ര ബോധവും വെച്ചാണ് നാം ഒരു കാലത്തിന്റെ ശരി തെറ്റുകളെ അളക്കുന്നത്. ഈ കാലയളവിൽ ബഹിഷ്കൃതരായ അനേകം പേരുണ്ട്. കേരളീയ നവോത്ഥാനം പ്രാഥമികമായി ഇന്ന് വരെ അന്വേഷിച്ചിട്ടില്ലാത്തൊരു വിഭാഗം ആദിവാസികളാണ്. കേരളീയ നവോത്ഥാനത്തിന്റെ എല്ലാ സുവർണ രേഖകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആ കേരളത്തിലെ 1042ഓളം വരുന്ന ആദിവാസി വിഭാഗത്തിന്റെ ജീവിക്കുവാനുള്ള അവകാശത്തിന് നേരെ നാളിതുവരെ കേരളീയ നവോത്ഥാന സമൂഹമോ കേരളത്തിലെ രാഷ്ട്രതന്ത്ര സമൂഹമോ രാഷ്ട്രീയ സമൂഹമോ നേരെ ഒന്നും നോക്കിയിട്ടില്ല എന്ന് നമുക്കറിയാം. 1882 വനനിയമം മദ്രാസ് ഗവൺമെന്റ് പാസാക്കിയ അന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നവരാണ് ആദിവാസികൾ. മുക്കുവന് കടൽ എന്ന പോലെ, കർഷക തൊഴിലാളിക്ക് വയൽ എന്ന പോലെ, സർക്കാർ ഉദ്യോഗസ്ഥന് ഓഫീസ് എന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആവാസ വ്യവസ്ഥയും ജോലി ചെയ്യുന്ന ഇടവും സ്വയം ജീവിക്കുന്ന ഇടവുമായി ആദിവാസി കൊണ്ടു നടന്ന കാടിനെ മൂന്നാക്കി തിരിക്കുകയും ഒന്ന് റിസർവ് വനം, അതിനകത്ത് ഒരു മനുഷ്യനും കയറാൻ പാടില്ല, 2 സംരക്ഷിത വനം, 3 ജന്മിമാരുടെ കീഴിലുള്ള സ്വകാര്യ വനം എന്ന് തിരിച്ച് കാട്ടിനകത്ത് കഴിയുന്ന ആദിവാസി കാട്ടിനകത്ത് നിന്ന് എന്തെടുത്താലും ക്രിമിനൽ കുറ്റമാണ് എന്ന് എഴുതി വെച്ച അന്ന് അയാൾ കാട്ടിൽ നിന്നിറങ്ങി. അയാൾ ഇപ്പോഴും നാം എന്ന് വിളിക്കുന്ന പൊതുസമൂഹത്തിന്റെ വാതിൽ പടിയുടെ മുന്നിൽ പോലും എത്തിയിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ഒരു ആദിവാസി വിഭാഗം ഇപ്പോഴും കേരളീയരെ കണ്ടാൽ ഓടിയൊളിക്കും. അവരിപ്പോഴും താമസിക്കുന്നത് പാറമടകൾക്കിടയിലാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ആദിവാസികളുടെ സ്ഥിതി ഇത് തന്നെയാണ്. ആൻഡമാൻ നിക്കോബാറിലെ 3 ആദിവാസി ഗോത്രം ഇതാ കണ്ട് ഇല്ലാതാവുക. ന്യൂനപക്ഷം എന്ന പേരിൽ നാം വ്യവച്ഛേദിച്ച് സംരക്ഷിച്ചു നിർത്തുന്ന ഒരു വിഭാഗത്തിനകത്തും ഇന്ത്യയിലെ ആദിവാസികൾക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. അവർക്ക് ഒരു തരത്തിലുള്ള സംരക്ഷണവും കിട്ടിയിട്ടില്ല. കാരണം ആദിവാസി എന്നുള്ളത് ഒറ്റ വാക്കല്ല. ആദിവാസി എന്നുള്ളത് ഒറ്റ കല്ല് കൊണ്ട് കുത്തിയ ഒരു ശില്പവുമല്ല. ഇടുക്കി ജില്ലയെ ഉദാഹരണമാക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ പത്തനംതിട്ടയെ ഉദാഹരണമാക്കി പറഞ്ഞാൽ, അവിടെ പരസ്പരം കണ്ടുകൂടാത്ത ആദിവാസികളുണ്ട്. വയനാട്ടിലുണ്ട്.
വയനാട്ടിലെ ആദിവാസികളിൽ ചിലർ അയിത്തം പാലിക്കുന്നവരാണ്. മറ്റ് ആദിവാസികളെ അവർ അവിടേക്ക് കൊണ്ടുവരികയില്ല. വയനാട്ടിലെ മലയരയർ മലപ്പുലയനെ കണ്ടാൽ, വീട്ടിനടുത്ത് കണ്ടാൽ തല്ലിക്കൊല്ലും. അങ്ങനെ കൊല്ലപ്പെടുന്ന മലപ്പുലയനാണ് പുലമറുത എന്ന സങ്കല്പമായി തെക്കൻ തിരുവിതാംകൂറിൽ ഇപ്പോഴും ജീവിക്കുന്നത്. വൈചാത്യമാണ്, പല മട്ടിലാണ്. പലരുടെയും ജീവിതം പലതാണ്. അവരുടെ ഭാഷ വേറെയാണ്. 42 ആദിവാസി വിഭാഗങ്ങൾക്കും 42 ഭാഷകളുണ്ട്. നാം ഇപ്പോഴും അവരെ പഠിപ്പിക്കുന്നത് മലയാളമാണ്. നിങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി കന്നഡ പഠിപ്പിച്ചാൽ നിങ്ങൾ അനുഭവിക്കുന്ന അതേ ധർമ്മസങ്കടം, ശ്വാസം മുട്ടൽ കേരളത്തിലെ ആദിവാസി സമൂഹം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭാഷയിൽ അവർക്ക് പഠിക്കാനാവുന്നില്ല, അവരുടെ ഭാഷയിൽ അവർക്ക് സംവദിക്കാനാവുന്നില്ല, അവരുടെ ഭാഷയിൽ അവർക്കൊരു കത്തെഴുതാനാവുന്നില്ല, അവരുടെ ഭാഷ പൊതുസമൂഹത്തിന്റെ ഒരു വേദിയിലും അവർക്ക് അവതരിപ്പിക്കാനാവുന്നില്ല. ഇതിനെയാണ് ഫാസിസം എന്ന് വിളിക്കുന്നത്. നാം പല മട്ടിൽ നവോത്ഥാനത്തെക്കുറിച്ചും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലമാകുമ്പോൾ തന്നെ നമ്മുടെ ഇടയിലെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിന് ജനിക്കാനും ജീവിക്കാനും മരിക്കാനുമുള്ള അവകാശം പോലും കൊടുക്കാതെ നാം ഈശ്വരവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഴയത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് കേരളീയ നവോത്ഥാനത്തിനകത്ത് അടിയന്തരമായി നാം പരിശോധിക്കേണ്ട ചില ഇടങ്ങൾ, വിട്ടുപോയ ചില ഇടങ്ങൾ. വിട്ടുപോയ ഈ ഇടങ്ങളെ മുഴുവൻ എല്ലാ കാലത്തേക്കും വിസ്മരിക്കുകയും ജയിച്ച ചില സമൂഹങ്ങളുടെ സ്ഥാനലബ്ധിയിൽ നിരന്തരമായി അഭിഗമിക്കുകയും ചെയ്യുന്ന ഈ നവോത്ഥാന കീർത്തനം അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നവോത്ഥാനത്തെ ഇനി വിമർശനാധിഷ്ഠിതമായി പരിശോധിക്കണം. നവോത്ഥാന സമൂഹത്തിൽ സ്ത്രീകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്? നവോത്ഥാന സമൂഹത്തിൽ പുലയരോ മുക്കുവരോ ഈഴവരോ ഒഴികെയുള്ള ദളിതർ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യപ്പെട്ടത്? നവോത്ഥാന സമൂഹത്തിന്റെ ക്രെഡിറ്റ്, അതിന്റെ ഉദ്ദേശ്യം, അതിന്റെ റിസൾട്ട് ആർക്കാണ് അനുഗുണമായി വന്നത്? എന്തുകൊണ്ടാണ് 1920 വരെയുള്ള നവോത്ഥാന ശ്രമങ്ങൾക്കിടയിൽ ഒരിടത്ത് പോലും 1882 സനാഉള്ള മക്തി തങ്ങളുടെ കഠോര കുഠാരം എന്ന ഒരു പുസ്തകം ഒഴിച്ചാൽ, അതാകട്ടെ പൊതുബോധത്തെക്കുറിച്ചല്ല മതബോധത്തെക്കുറിച്ചാണ്, ആ പുസ്തകം ഒഴിച്ചാൽ മുസ്ലിം സമൂഹം നവോത്ഥാന ശ്രമങ്ങൾക്കിടയിൽ ഒരിടത്തും പരാമർശിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? 1892 ഈ തിരുവിതാംകൂർ മെമ്മോറിയലിനകത്ത് വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി കിട്ടാത്ത തിരുവിതാംകൂർക്കാരെ കുറിച്ച് അദമ്യമായി സങ്കടപ്പെടുമ്പോൾ അതിനകത്ത് മുസ്ലിം എന്നൊരു പദം കയറി വരാതിരുന്നത് എന്തുകൊണ്ടാണ്? 1924 മാത്രമാണ് കേരളത്തിലെ ഒരു മുസ്ലിം മലയാളത്തിൽ എഴുതിയ പാഠപുസ്തകം പഠിക്കുന്നത്. മലയാളം പഠിക്കുന്നത് ഹറാമാണ് എന്നും മലയാളത്തിൽ സംസാരിക്കുന്നത് ഹറാമാണ് എന്നും വിചാരിച്ചിരുന്ന മുസ്ലിം സമൂഹത്തെക്കുറിച്ച് കേരള മുസ്ലിം നവോത്ഥാനത്തെക്കുറിച്ച് എഴുതിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 100 വർഷം മാത്രമാണ് കേരളത്തിലെ ഒരു മുസ്ലിമിന് അയാളുടെ ഭാഷയ്ക്കകത്ത് സർവതന്ത്ര സ്വതന്ത്രമായ സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ പലയിടത്തും കിട്ടിയിട്ടില്ല. ബാക്കി എല്ലായിടത്തും ഒരുപക്ഷെ ഉറുദുവാണ് മുസ്ലിങ്ങൾ അവരുടെ ഭാഷയായി സ്വീകരിക്കുന്നതെങ്കിൽ കേരളത്തിനകത്ത് ഈ ഭാഷയ്ക്കകത്ത സഞ്ചാര സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് പോലും 100 വർഷം ആവുന്നേ ഉള്ളൂ. നവോത്ഥാനത്തിന്റെ ഈ ശൃംഗമേഖലയിൽ മുഴുവൻ മുസ്ലിങ്ങൾ അവഗണിക്കപ്പെടുന്നു. അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ച് ഒരു നവോത്ഥാന നായകനും ചർച്ച ചെയ്തിട്ടില്ല. ഇങ്ങനെ പല മട്ടിൽ നവോത്ഥാനത്തിന്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമുക്ക് വിജയിച്ചവരുടെ പിറകെ മാത്രം പോകാനുള്ള സമയം ഇനിയില്ല. വ്യക്തിധിഷ്ഠിതമായ ആരാധനകൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. നാരായണ ഗുരുവിനെയൊക്കെ പുതിയ ഗവേഷകർ കാണുന്നത് തെറ്റും കുറ്റങ്ങളും പറ്റിയൊരു മനുഷ്യനായിട്ട് തന്നെയാണ്. നാരായണ ഗുരു അദ്ദേഹത്തിന്റെ സമൂഹത്തെ ഉദ്ധരിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒന്ന് ആ സമൂഹത്തിനകത്ത ദൈവസങ്കല്പത്തെ അടിസ്ഥാനപരമായി പരിഷ്കരിക്കുകയാണ്, മാറ്റിയെടുക്കുകയാണ്. മാടൻ, ചുടലമാടൻ, ഭൈരവൻ, ചാമുണ്ടി തുടങ്ങിയ ചില ദൈവങ്ങളെ നാരായണ ഗുരു ഇല്ലാതാക്കുകയും ആ സ്ഥാനത്ത് 2, 3, 4 ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രാമനുണ്ടെങ്കിൽ ഭൈരവനും ഉണ്ട്. അതിലെനിക്ക് തർക്കമൊന്നുമില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ എനിക്ക് അറിഞ്ഞോ? ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിൽ ചുടലമാടനും ഉണ്ട്. കാരണം ശ്രീകൃഷ്ണൻ എന്ന ഒരു ദൈവത്തെ സങ്കല്പിക്കാൻ ഒരു പ്രത്യേക സമൂഹം എന്തെന്ത് ആകാരശിലകളാണോ തങ്ങളുടെ കൈകളിൽ വിൽക്കുന്നത്, അതേ ആകാരശിലയാണ് ഈ ദൈവസങ്കല്പത്തെ മറ്റൊന്നായി അവതരിപ്പിക്കാൻ ഒരാൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നാരായണ ഗുരു ദൈവങ്ങളുടെ ഇടപാടിനകത്ത് ഒരു ജനത ആവിഷ്കരിച്ച അവരുടെ നൈസർഗികമായ ബോധത്തെ കൃത്യമായി ഇല്ലായ്മ ചെയ്തു. അങ്ങനെയാണ് ഈഴവ സമൂഹം പരിഷ്കരിക്കേണ്ടത് എന്ന് അദ്ദേഹം വിചാരിച്ചു. അത് ശരിയൊക്കെ ഉണ്ട്, ആ കാലത്തിനകത്ത് ശരിയൊക്കെ ഉണ്ട്. കള്ള് കുടിക്കുക, കള്ള് എത്തുക, കള്ള് മാറുക തുടങ്ങിയ ഇടപാടുകളിൽ നിന്ന് ഈ ശൗണ്ഡികരെ, പണിക്കർ എന്ന പേര് പോലും തിരുവിതാംകൂറിൽ ഈഴവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നില്ല. പണിക്കനോ
പണിക്കരോ എന്ന പേരിൽ ഭാഷാഭൂഷണി ചർച്ച നടത്തിയ കാലമുണ്ട്. ഇതേസമയം നായനോ എന്ന ചർച്ച അവിടെ നടന്നിട്ടും ഇല്ല. 1920 ആകണം തിരുവിതാംകൂറിൽ ഒരാൾക്ക് ജാതി പേര് നായർ എന്ന് എഴുതണമെങ്കിൽ. അതുവരെ തിരുവിതാംകൂറിലെ ജാതി പേര് മലയാളി ശൂദ്രൻ എന്നാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ശൂദ്രരാണ് നായന്മാർ. നാം കരുതുന്നത് പോലെ ഇവർ ഒരു കാലത്ത് പട്ടാളമൊന്നും ആയിരുന്നില്ല. ഇതൊക്കെ കുഞ്ചൻ നമ്പ്യാർ ഉണ്ടാക്കിയ ഒരു മിത്ത് മാത്രമാണ്. കേരളത്തിലെ ഒരു രാജാവിന്റെയും പട്ടാളത്തിനകത്ത് നായന്മാർ പടമെടുത്താനൊന്നും പോയിട്ടില്ല. പാർവതിഭായിയുടെ കാലത്ത് മാത്രമാണ് തിരുവിതാംകൂറിൽ നായർ പട്ടാളം ഉണ്ടാവുന്നത്. മറ്റത് കുഞ്ചൻ നമ്പ്യാരുടെ ഭാവനയാണ്. കുഞ്ചൻ നമ്പ്യാർ ദുര്യോധനന്റെ അല്ലെങ്കിൽ പാണ്ഡവരുടെ അല്ലെങ്കിൽ മഹാഭാരത കഥാപാത്രങ്ങളുടെ പടയെ സങ്കല്പിക്കുമ്പോൾ കേരളത്തിനകത്ത് ഒരു പ്രത്യേക പടയായി നായന്മാരെ നിശ്ചയിച്ചു എന്നല്ലാതെ ഇന്നത്തെ പൊതുബോധം വിശ്വസിക്കുന്നത് പോലെ കേരളത്തിലെ നായന്മാർ രാവിലെ എഴുന്നേറ്റ് പടക്ക് പോയി രാത്രി തിരിച്ചു വന്നവരൊന്നുമല്ല. ഒരു പണി എടുത്തിരുന്നില്ല. ആകെ എടുത്ത പണി ഈ അധികാരം 2 തരത്തിലുള്ള ഭൂവ്യവസ്ഥയ്ക്കകത്ത് ദേവസ്വം, രാജകച്ചേരിക്കൽ പ്രദേശത്തിനകത്ത് ഉള്ള ചില തൊഴിലുകളുമായി മുന്നോട്ട് പോയവരാണ്. തിരുവിതാംകൂറിൽ ഒരു നായർപ്പട ഉണ്ടാകുന്നത് പാർവതിഭായിയുടെ കാലത്താണ്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ തിരുവിതാംകൂറിന്റെ അധികാര വ്യവസ്ഥയ്ക്കകത്ത്, സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്ത് നായർക്ക് പിടിമുറുക്കാൻ കഴിഞ്ഞു. 1920 ഒക്കെ ആകുമ്പോൾ ലാറ്റിൻ ക്രിസ്ത്യന്റെ അതേ നിലവാരത്തിന് വേണ്ടിയാണ് നായന്മാർ പടപൊരുതിയതെന്ന് ആലോചിക്കണം. ലത്തീൻ ക്രിസ്ത്യന് തിരുവിതാംകൂറിൽ കിട്ടിയിരുന്ന സാമൂഹിക അംഗീകാരം തങ്ങൾക്കും കിട്ടണം എന്ന് പറഞ്ഞാണ് നവോത്ഥാനത്തിന്റെ വേറൊരു വശം ആരംഭിക്കുന്നത്. അതായത് നവോത്ഥാനത്തിന്റെ 1ാം ഘട്ടം ജാതിക്കകത്ത് നിൽക്കുന്ന മനുഷ്യന്റെ മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചുവെങ്കിൽ 2ാം ഘട്ടം ആ ജാതിരഹിത സമൂഹത്തിനകത്തേക്ക് അവർ വളരുന്നതിൻ്റെത് ആവണമായിരുന്നു. നിർഭാഗ്യവശാൽ അത് ആയിരുന്നു. അവിടെയാണ് കേരളീയ നവോത്ഥാനം ഊറ്റിയെടുത്ത് നിന്നു പോകുന്നത്. പക്ഷേ ഈ നവോത്ഥാനത്തിനകത്ത് ശ്രീനാരായണ പ്രസ്ഥാനം ഒരു നല്ല തുടർച്ചയുണ്ടാക്കുന്നുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനം നാം സാധാരണ കരുതുന്നത് പോലെ നാരായണ ഗുരുവും കുറെ ശിഷ്യന്മാരും കുറെ അമ്പലങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ധർമ്മപ്രബോധനം നടന്ന ഒന്നും മാത്രമല്ല. അത് കേരളത്തിൽ രാഷ്ട്രീയമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 1921 ആലപ്പുഴയിൽ ആദ്യത്തെ തൊഴിലാളി സംഘടന സ്ഥാപിക്കുന്നത് നാരായണ ഗുരുവിന്റെ ശിഷ്യനായ വടപ്പുറം ബാവയാണ്. അദ്ദേഹം 38 പണിമുടക്കിനകപ്പെട്ട് ലാത്തി ചാർജേറ്റ് മരിക്കുക, അസുഖബാധിതനായി മരിക്കുകയും ചെയ്തു. എന്നാൽ 1-ാം തരം മരണമാണ്. ആരാണോ കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി വർഗ സംഘടന ഉണ്ടാക്കിയത് അയാളെ പണിമുടക്കത്തിനകത്ത് പോലീസ് തല്ലിക്കൊന്നു എന്നുള്ളതാണ് ഇത്തരം ആളുകൾക്ക് കേരളീയ സമൂഹത്തിന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ശ്രദ്ധാഞ്ജലി. തലശ്ശേരിയിൽ ആദ്യത്തെ ബീഡി കമ്പനി ഉണ്ടാക്കുന്നത് നാരായണ ഗുരുവിന്റെ ശിഷ്യനാണ്. സാധു ശിവപ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നാരായണ ഗുരുവിന്റെ സംഘടനയാണ്, നാരായണ ഗുരുവിന്റെ പ്രസ്ഥാനമാണ്. നാരായണ ഗുരുവിന്റെ ആശയാവലികൾ ഏറ്റെടുത്തുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങിയവരാണ്. വേറെ ഒരു ടീമുണ്ട്, അവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അവരിപ്പോഴും കേരളത്തിലുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയവരാണ്. കേരളത്തിന്റെ പൊതുബോധത്തിനകത്ത് ജാതിയിൽ നിന്ന് വർഗത്തിലേക്കുള്ള ആദ്യ ട്വിസ്റ്റ് ഉണ്ടാകും. ഇനി മാർക്സിസ്റ്റുകാർക്ക് പണി എളുപ്പമോ, ഇനി കമ്മ്യൂണിസ്റ്റുകാർക്ക് പണി എളുപ്പമോ? ജാതിയിൽ നിന്ന് വർഗത്തിലേക്കുള്ള ഒരു വ്യതിചലനം കേരളീയ സമൂഹത്തിനകത്ത് നാമമാത്രമായ വിധത്തിലെങ്കിലും ആദ്യം പറയുന്നത് ശ്രീനാരായണ പ്രസ്ഥാനമാണ്. പലതരത്തിലാണ്. 1858 തന്നെ അദ്ദേഹം അരുവിപ്പുറത്ത് വാവൂട്ടി യോഗം എന്ന പേരിൽ ആളുകളുടെ ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. ഈ സംഘടനയാണ് 1903 ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ഒക്കെ ചേർന്ന് SNDP ആക്കി മാറ്റുന്നത്. ആ SNDP പോലും ഈഴവരുടെ സംഘടനയായിരുന്നില്ല. SNDP അകത്ത് പ്രവർത്തിച്ചവരും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യരായി തീർന്നവരും ഒക്കെ പല ജാതി മതത്തിൽപ്പെട്ടവരായിരുന്നുവെന്നും അതിൽ വിദേശികൾ വരെ ഉണ്ടായിരുന്നുവെന്നും ഇന്ന് നമുക്ക് അറിയുന്നുണ്ട്. ഡോക്ടർ പൽപ്പു ഇതിൽ വലിയ പങ്ക് വഹിച്ചതാണ്. പൽപ്പു തിരുവിതാംകൂറിൽ ഉദ്യോഗം കിട്ടാതെ, വിദ്യാഭ്യാസം കിട്ടാതെ പുറത്തു പോയി ഉദ്യോഗം നേടി തിരിച്ചു വന്ന് അതിനിടക്ക് സ്വാമി വിവേകാനന്ദനെ കാണുമ്പോഴാണ് നിങ്ങളുടെ സമുദായത്തിന് എന്നെങ്കിലും ഉന്നതി ഉണ്ടാകണമെങ്കിൽ സമുദായത്തിൽ നിന്ന് ഒരു ലീഡർ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് വിവേകാനന്ദൻ പറയുന്നത്. അങ്ങനെയാണ് സിദ്ധയോഗവും ഹഠയോഗവും ഒക്കെ ആയി തെക്കൻ തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന നാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു വീണ്ടെടുക്കുന്നതും ഇന്ന് കാണുന്ന നാരായണ ഗുരുവായി സമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്നു. നാരായണ ഗുരുവിനെ ഈ കാര്യത്തിൽ സഹായിക്കുന്ന അനേകം പേരുണ്ട്. അവരുടെ ഒക്കെ ചരിത്രം ചേർന്നതാണ് നാരായണ ഗുരു പ്രസ്ഥാനത്തിന്റെ ചരിത്രം. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അയ്യപ്പൻ. അയ്യപ്പൻ 2 തരത്തിലാണ് പ്രധാനമാകുന്നത്. ഒന്ന്, അയ്യപ്പൻ നാരായണ ഗുരുവിനെ നിരസിച്ചു എന്നുള്ളതാണ്. നാരായണ ഗുരുവിനെ നിഷേധിച്ചു. നിഷേധത്തിന്റെ നിഷേധം എന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ പറയുന്ന ഈ രാഷ്ട്രീയ പ്രക്രിയ നവോത്ഥാനത്തിനകത്ത് ആദ്യം നടപ്പാക്കുന്ന ഒരാൾ സഹോദരൻ അയ്യപ്പനാണ്. പല മട്ടിലാണ്. നാരായണ ഗുരു അന്തരിച്ചതിന് ശേഷം ആരായിരിക്കും നാരായണ ഗുരു പ്രസ്ഥാനത്തിന്റെ തലവൻ എന്നത് അടക്കി പിടിച്ച ചർച്ച അക്കാലത്തുണ്ടായിരുന്നു.
നാരായണഗുരു കണ്ടെത്തിയ പേര് സഹോദരൻ അയ്യപ്പൻ്റെതാണ്. രണ്ടുപേരാണ് അദ്ദേഹം കണ്ടെത്തിയത്, രണ്ടുപേരും തന്നെയില്ല. ഒന്ന് സഹോദരൻ അയ്യപ്പനും ഒന്ന് കുമാരനാശാനും. കുമാരനാശാൻ ഭാനുമതി അമ്മയെ കല്യാണം കഴിച്ച് 17-18 ആകുമ്പോഴേക്ക് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കവിത എഴുതി SNDP യോഗങ്ങൾക്ക് പുറത്തുവിട്ടു. അതിൽ അദ്ദേഹം പറയും, ഞാനൊരു കുയിലാണ് എന്ന് ഏതെങ്കിലും കാലത്ത് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ നടന്ന് നമ്മളാണ്, മലയാളി സമൂഹമാണ്. അതില് കടവാതൽ എന്നൊരു പ്രയോഗമുണ്ട്. കടവാതൽ ആണ് ഈ കുയിലിനെ വല്ലാതെ ഉപദ്രവിക്കുന്നത്. ഭാനുമതി അമ്മ എഴുതിയ, കുമാരനാശന്റെ മകൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ഭാനുമതി അമ്മ ഈ കടവാതിൽ എന്നത് വീടിന്റെ മുമ്പിൽ കടയുള്ള അന്നത്തെ ഒരു ഈഴവ പ്രമാണിയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പേര് ഇന്നതാണ് എന്നും എഴുതിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആശാന്റെ ജീവിതം തന്നെയാണ്. കുമാരനാശാൻ സന്യാസത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്ക് വന്ന് അദ്ദേഹം തോന്നക്കലിൽ പുസ്തക പ്രസാധനശാലയും സ്ഥാപിച്ച് അങ്ങനെ ജീവിച്ചുപോയി. അയ്യപ്പൻ തുടക്കത്തിൽ തന്നെ കലാപകാരിയായിരുന്നു. അയ്യപ്പനെ കുറിച്ച് നാരായണഗുരുവിന്റെ ജീവചരിത്രകാരന്മാർ എഴുതിയ രസകരമായ ഒരു സംഭവം, ഉച്ചയൂണിന് ആശ്രമത്തിലെത്തുന്ന അയ്യപ്പനെ ഊണിന്റെ സമയത്ത് കാണില്ല. ആ സമയത്ത് ബാക്കി എല്ലാവരും സസ്യാഹാരം കഴിക്കുമ്പോൾ അയ്യപ്പൻ പുറത്തിറങ്ങി അടുത്തുള്ള ഒരു നായരുടെ ഹോട്ടലിൽ കയറി പൊരിച്ച മീനും കൂട്ടി ചോറ്. വലിയ കലാപമാണ്. ഇന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന യോജനോത്സവത്തിൽ നിങ്ങളുടെ ഈ വലിയ സെക്യുലർ സംസ്ഥാനത്തിൽ ഇന്ന് വരെ ഇറച്ചിയും മീനും വിളമ്പിയിട്ടില്ല എന്നുപോലെ ആലോചിക്കണം. ആ അടുക്കളയിൽ ഇന്ന് വരെ ബ്രാഹ്മണനല്ലാത്ത ഒരാൾ കയറിയിട്ടില്ല. നമ്മൾ വലിയ സെക്യുലറിസ്റ്റുകളാണ്, വലിയ സോഷ്യലിസ്റ്റുകളാണ്, വലിയ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. പക്ഷേ സംസ്ഥാന യോജനോത്സവത്തിൽ നമ്മൾ ഇറച്ചി കൊടുക്കില്ല, മീൻ കൊടുക്കില്ല. അതെന്തോ വലിയ ഐറ്റമാണ്. അയ്യപ്പൻ ഗുരു ഭക്ഷണം കഴിക്കുമ്പോൾ, മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ നായരുടെ ഹോട്ടലിൽ കയറി, ഇതൊരു പുതിയ അറിവല്ല നിങ്ങൾക്ക്, ഗുരുവിന്റെ ജീവചരിത്രകാരന്മാരെല്ലാം എഴുതിയതാണ്, പക്ഷെ എനിക്ക് പറഞ്ഞേ പറ്റും. പൊരിച്ച മീൻ കഴിച്ച് തിരിച്ചു വരും. സ്വാഭാവികമായി ഗുരുവിന്റെ ശിഷ്യന്മാരെ ഗുരുവിനെ അറിയിച്ചു, അയ്യപ്പൻ ഒരു പാതകം ചെയ്തിരിക്കുന്നു എന്നാണ്. ഗുരു സൊല്യൂഷൻ ഉണ്ടാകും. അയ്യപ്പൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരു പറഞ്ഞു, നാളെ മുതൽ ആ പൊരിച്ച മീനിന്റെ പൈസ ഈ ആശ്രമത്തിൽ നിന്ന് കൊടുക്കണം. ഈ നാരായണഗുരുവിന്റെ സംഘടനയാണ് ഇന്ന് ബീഫ് തിന്നവനെ തല്ലിക്കൊല്ലുന്ന കാവ്യ രാഷ്ട്രീയത്തിന്റെ പക്ഷത്ത് ഗുരു എന്നാൽ ചുക്കോ ചുണ്ണാമ്പോ എന്നറിഞ്ഞുകൂടാത്ത ആളുകൾ കൊണ്ടുവരുന്നു. ഇതാണ് ഓർമ്മയുടെ വലിയൊരു രാഷ്ട്രീയം എന്ന് പറയും. അയ്യപ്പൻ വേറെ അർത്ഥത്തിൽ പ്രത്യേകതയാവുന്നത്, ഒന്ന് തനിക്ക് നാരായണഗുരുവിന് ശേഷമുള്ള നാരായണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. കാരണം അയ്യപ്പൻ 16-17 ഒക്കെ ആകുമ്പോഴേക്ക് ഒരു പക്ഷേ നാരായണഗുരുവുമായുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് കൂടി ശ്രീനാരായണ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് പതിയെ അകന്ന് തുടങ്ങുകയാണ്. ചെറായിയിൽ മിശ്രഭോജനം നടത്തിയിട്ട് നാരായണഗുരുവിനെ ഈഴവ സമൂഹത്തിൽ നിന്നും SNDP യോഗത്തിൽ നിന്നും ബഹിഷ്കരിക്കണം എന്ന ചിലരുടെ അഭിപ്രായങ്ങൾക്ക് ശ്രീനാരായണ ഗുരു എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് ഇന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗുരു 21 തിരുത്തി, ഞാൻ അയ്യപ്പന്റെ കൂടെയാണ്, മിശ്രഭോജനമാണ്, മിശ്രവിവാഹമാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് ഗുരു എത്തി. പക്ഷെ ഇതേ കാലത്ത് നാരായണഗുരുവിന്റെ അഭിപ്രായം അയ്യപ്പന് അത്ര അനുകൂലമായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇത് ഗുരുവിന്റെ കുഴപ്പമല്ല, എല്ലാ വ്യക്തികളും അങ്ങനെയാണ്, നമ്മളൊക്കെ അങ്ങനെയാണ്. ശരി മാത്രം ചെയ്യുന്ന 100% ധർമ്മപക്ഷത്തിൽ മാത്രം നിൽക്കുന്ന ഒരാളുമില്ല. കാരണം അയ്യപ്പൻ ഉപയോഗിച്ച ധർമ്മം എന്ന ഈ വാക്ക്, അയ്യപ്പൻ 3 വാക്കുകളാണ്, 3 പ്രത്യേകതകളാണ് അദ്ദേഹത്തിന്റെ ആശയാവലിക്ക് അടിത്തറയായി പറയുന്നത്. 1 ധർമ്മം എന്ന അദ്ദേഹത്തിന്റെ ചിന്ത, 2 സയൻസ് എന്ന അദ്ദേഹത്തിന്റെ ചിന്ത, 3 മാർക്സിസം ഉന്നയിക്കുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന ചിന്ത. ഈ 3 ചേർത്താണ് അയ്യപ്പൻ ഉണ്ടാവുന്നത്. 3 കേരളീയ സമൂഹത്തിനകത്ത് ആ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ധർമ്മം എന്നുള്ളതാണെങ്കിൽ എത്തും പിടിയും കിട്ടാത്തൊരു വിഷയമാണ്. ധർമ്മത്തിന്റെ പ്രത്യേകത അത് നേരെ ഈശ്വരനിൽ നിന്ന് മനുഷ്യനിലേക്ക് വരുന്നു. ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാനാവില്ല. കാരണം ധർമ്മം മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതാണ്. ദൈവത്തിനോ ദൈവകേന്ദ്രിതമായ ഒരു വ്യവസ്ഥയ്ക്കോ മതത്തിനോ മതകേന്ദ്രിതമായ ഒരു വ്യവസ്ഥയ്ക്കോ അനുകൂലമായി മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ഒന്നിനെയാണ് നാം ധർമ്മം എന്ന് വിളിക്കുന്നത്. മഹാഭാരതം വായിച്ചവർക്കറിയാം, ഈ തൃ എന്നുള്ള ധാതു വഹിച്ചു നിർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. സമൂഹത്തെ വഹിച്ചു നിർത്തുക. എന്താണോ തൽക്കാല സമൂഹത്തെ വഹിച്ചു നിർത്തുന്നത് അതിനെയാണ് നാം ആ സമൂഹത്തിന്റെ ധർമ്മം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ധർമ്മം അന്വേഷിച്ച് മഹാഭാരതം മുന്നോട്ട് പോയി ഒരിടത്ത് ഇനി ഒരു അടി പോലും നടന്നാൽ കിട്ടുകയില്ല എന്നാകുമ്പോൾ മഹാഭാരതം നല്ല ഒന്നാന്തരം ഒരു ഡെഫിനിഷൻ,
ഈ ധർമ്മത്തിന് നൽകുന്നുണ്ട്. അത് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ഇരുളടഞ്ഞ ഏതോ അന്തരാളത്തിലാണ് ഈ ധർമ്മം എന്ന തത്വം ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് അന്വേഷിച്ചു പോകുക. തിരിച്ചല്ല, അത് നിങ്ങൾ, ദൈവത്തിന്റെ പ്രത്യേകത അത് നിങ്ങളിലേക്ക് വരും. അത് കല്ലിലും മുള്ളിലും തൂണിലും കോഴിക്കോട് കോർപ്പറേഷനിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് ഇങ്ങോട്ട് തന്നെ വരും. നിങ്ങൾ അവിടെ നിന്നാൽ മതി, ദൈവം നിങ്ങളിലേക്ക് എത്തും. ധർമ്മം ഇങ്ങോട്ട് വരില്ല. ധർമ്മത്തെ അന്വേഷിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകണം. ധർമ്മം എന്ന ഒരു വാക്ക് തൻ്റെ സിദ്ധാന്തത്തിന്റെ ആധാരശിലകളിൽ ഒന്നായി അയ്യപ്പൻ വയ്ക്കുമ്പോൾ അദ്ദേഹം ദൈവം എന്ന ഒരു സങ്കല്പത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി മറികടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സർവവ്യാപിയും നിത്യവ്യാപിയും ചിരന്തനവും അമരത്വവും നിറഞ്ഞതാണെങ്കിൽ, മറ്റത് മനുഷ്യൻ കണ്ടെത്തുകയും മനുഷ്യൻ പ്രോദ്ഘാടനം ചെയ്യുകയും മനുഷ്യൻ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന തികച്ചും മനുഷ്യൻ്റെതായ ഒരു രാഷ്ട്രീയ ദർശനം. അതുകൊണ്ടാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം ബ്രഹ്മമാണ് എന്ന് പറയുന്ന മഹാഭാരതം കുറേ മുന്നോട്ട് പോയിട്ട് എന്താണ് ബ്രഹ്മം എന്ന് ഒറ്റ വരിയിൽ വിശദീകരിക്കുന്നത്. ഒരു സനാതന ഹിന്ദുവും ഈ വരി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. വായിച്ചാൽ അന്ന് ലോകത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഈശ്വര സങ്കല്പത്തെക്കുറിച്ചുമുള്ള അവരുടെ ധാരണ തകിടമറിയും എന്നാണ് എൻ്റെ ബോധ്യം. ആ ശ്ലോകം ഇങ്ങനെയാണ്: ന മാനുഷ ശ്രേഷ്ഠതരം ഹി കിഞ്ചിത്. ബ്രഹ്മത്തിന്റെ തത്വം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ന മാനുഷ ശ്രേഷ്ഠതരം ഹി കിഞ്ചിത്. മനുഷ്യനേക്കാൾ വലുതായി ഒരു പശുവില്ല എന്നതിനെ ഇന്നത്തെ കാലത്ത് തർജ്ജമയില്ല. ഒരു കന്നുകാലിയും മനുഷ്യനേക്കാൾ വലുതല്ല. മനുഷ്യന് ജീവിക്കാനും പൊറുക്കാനും ഇടപെടാനും മരിക്കാനും ഉള്ള അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മഹാഭാരതം തന്നെ കണ്ടെത്തുന്നു. ഈ മഹാഭാരതത്തെ മറികടക്കാനാണ് ഭഗവത്ഗീത ഉണ്ടാവുന്നത്. വാസ്തവത്തിൽ ബുദ്ധനെ നേരെ എറിഞ്ഞ കല്ലൊന്നുമില്ല ഭഗവത്ഗീത. ഭഗവത്ഗീത മഹാഭാരതത്തിന് നേരെ എറിഞ്ഞ കല്ലാണ്. കാരണം മഹാഭാരതം അത്രയേറെ സ്വതന്ത്രമാണ്. മഹാഭാരതത്തിനകത്ത് ചാതുർവർണ്ണയത്തിൽപ്പെട്ട ഏറ്റവും മേലെയുള്ള ബ്രാഹ്മണന് ഏറ്റവും താഴെയുള്ള ശൂദ്രനിലും താഴെയുള്ള ചണ്ടാലിയിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം, കുടുംബമായി ജീവിക്കാം. ക്ഷത്രിയനായ ഭീമന് ചണ്ടാലിയായ ഹിഡുംബിയെ കല്യാണം കഴിക്കാം, കുഞ്ഞുങ്ങളുണ്ടാവാം. ഒരു പ്രശ്നമില്ല, ഒരു കോടതിയുമില്ല, ആരും ചോദ്യം ചെയ്യുന്നില്ല. വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നതൊന്നുമില്ല. ഗാർഹസ്ഥ്യം മസ്റ്റല്ല, സന്യാസം മസ്റ്റല്ല, വാനപ്രസ്ഥം മസ്റ്റല്ല. എല്ലാവർക്കും അവരവരുടേതിന് കഴിയുന്ന ഒരു ജീവിതം നയിക്കാനാവുന്ന ഒരു മൂല്യവ്യവസ്ഥ മഹാഭാരതത്തിനകത്തുണ്ട്. അതാണ് മഹാഭാരതത്തിന്റെ വലിയൊരു പ്രത്യേകത. അത് നിങ്ങൾ ഏത് തത്വശാസ്ത്രവുമായി ചെന്നാലും, ഇപ്പൊ സാഖ്യം എന്ന് പറയുന്ന തത്വശാസ്ത്രവുമായി ചെന്നാൽ സാഖ്യം മഹാഭാരതത്തിലുണ്ട്. ഇനി കപിലന്റെ ദർശനവുമായി മഹാഭാരതത്തിലേക്ക് അത് ഉണ്ട്. നിരീശ്വരവാദം വേണോ? മഹാഭാരതത്തിലുണ്ട്. ഈശ്വരവാദം വേണോ? മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിന്റെ ഈ തുറന്നു കിടക്കുന്ന പ്രകൃതിയെ ഇന്ത്യൻ തത്വശാസ്ത്ര ചരിത്രത്തിനകത്ത് ഒരു ഏക ബിന്ദുവിലേക്ക് അടയ്ക്കുകയും അതിനെ ചാതുർവർണ്ണയത്തിന്റെ മേൽക്കുപ്പായ ധരിപ്പിക്കുകയുമാണ് ഭഗവത്ഗീത ചെയ്തത്. അതുകൊണ്ട് ഭഗവത്ഗീത പിൽക്കാലത്ത് ആളുകൾ ശരിയായി തന്നെ ധരിച്ചതുപോലെ ബുദ്ധനെതിരെയുള്ള കലാപം മാത്രമല്ല, അത് ഇന്ത്യയിലെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള കലാപം മാത്രമല്ല, അത് ആത്യന്തികമായി മഹാഭാരതത്തിന്റെ സത്തയ്ക്കെതിരെയുള്ള കലാപം കൂടിയാണ്. കാരണം അത് വരുന്നതോടുകൂടി ചാതുർവർണ്ണയം ഇന്ത്യൻ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നു. നമ്മുടെ കാലയളവിലെ വലിയൊരു മനുഷ്യന് ഗാന്ധിക്ക് ഭഗവത്ഗീതയ്ക്ക് എഴുതിയൊരു വ്യാഖ്യാനത്തിനകത്ത് ചാതുർവർണ്ണയത്തെ തലങ്ങും വിലങ്ങും ന്യായീകരിക്കേണ്ടി വരുന്നു. കേരളത്തിൽ വന്ന് നാരായണ ഗുരുവിനോട് ഒരു മരം ചൂണ്ടിക്കാണിച്ച് നോക്കൂ, ഇലകളെല്ലാം വ്യത്യസ്ത ആകൃതിയിലാണല്ലോ എന്ന് പറയേണ്ടി വരുന്നു. നാരായണ ഗുരു ഈ ഭഗവത്ഗീതയ്ക്ക് അപ്പുറത്ത് ഇതിന്റെ സാരം മനസ്സിലാക്കിയതിനാൽ ഇടിച്ചു പിഴിഞ്ഞാൽ ചാറെല്ലാം ഒന്ന് തന്നെ എന്ന് മാറുന്നു. അവിടെ സഹോദരൻ അയ്യപ്പൻ ധർമ്മം എന്ന ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ചിന്തയുടെ ആധാരമായി വെക്കുമ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ ഹിന്ദുയിസത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഹിന്ദുയിസം എന്നത് വളരെ പിൽക്കാലത്തുണ്ടായ ഒരു വാക്കാണ്. ഹിന്ദു എന്നുള്ള വാക്ക് പോലും തമാശയാണ്. കാരണം ഇന്ത്യയിലെ ഒരു ഭാഷയുടെ പേര് ഹിന്ദി എന്നാണ്. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായത് എന്ന അർത്ഥം, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് തന്നെയാണ് അർത്ഥം. പേർഷ്യൻ സ്വാധീനത്തിന് വഴങ്ങി നോർത്ത് ഇന്ത്യയിലെ മിക്കവാറും നാട്ടുഭാഷകൾ, ബ്രജഭാഷ, ഖരീബോലി, ഈ ഭാഷകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേർഷ്യൻ സ്വാധീനത്തിന് വഴങ്ങിയതിനെ ഉറുദു എന്നും പേർഷ്യൻ സ്വാധീനത്തിന് വഴങ്ങാത്തവരെ ഹിന്ദി എന്നും വിളിക്കാൻ ഉപയോഗിച്ച യുക്തി മാത്രമേ ഹിന്ദു എന്നുള്ള വാക്കിനകത്തുള്ളൂ. മറ്റിടങ്ങളിൽ നിന്ന് വന്നു ചേർന്ന, മറ്റിടങ്ങളിൽ നിന്ന് ആര്യാവർത്തത്തിന് പുറത്തായിരിക്കാം, എന്തായാലും ദക്ഷിണേന്ത്യ അല്ല. ദക്ഷിണേന്ത്യ ആവാനൊരു സാധ്യതയില്ല. ദക്ഷിണേന്ത്യയെ അന്നത്തെ
തർക്ക പരിസരത്തിനകത്ത് പലരും കരുതിയിട്ടില്ല. ഭോജനമൊക്കെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ സ്ത്രീകളുടെ കറുത്ത നിറത്തെക്കുറിച്ചാണ്. ഭോജനം വളരെ അമ്പരന്ന് പോകുന്നുണ്ട്. കാരണം ഈ വെളുത്ത സ്ത്രീകളെ കണ്ട് 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 കണ്ണ് മഞ്ഞളിച്ചു പോയ ഭോജനെ നമ്മുടെ നാട്ടിലെ കറുത്ത സ്ത്രീകളെ കാണുമ്പോൾ ഇതല്ലേ സൗന്ദര്യം ഇവിടെയുള്ള പൂവുകൾ, ഇവിടെയുള്ള കറുത്ത സ്ത്രീകൾ, ഇങ്ങനെ വേറൊരു ദേശമായി കാണുന്നു. അഗസ്ത്യൻ വരുമ്പോൾ വിന്ധ്യാപർവ്വതം തലകുനിച്ചു എന്ന പരാമർശം പോലും ഒരുതരം അധിനിവേശത്തിന്റെ സാമാന്യവൽക്കരണമാണ്, അധിനിവേശത്തിന്റെ നിഗൂഢവൽക്കരണമാണ് എന്നൊക്കെ പറയാറുണ്ട്. AD 10-ാം നൂറ്റാണ്ടിലാണ് ഈ ആര്യാവർത്തത്തിന്റെ സാഹിത്യം തെക്കേ ഇന്ത്യയിലേക്ക് എത്തുന്നത്. കമ്പനിലൂടെ ആണ് അത്. അതുവരെ സൗത്ത് ഇന്ത്യക്ക് പൊതുവായി അവരുടെ ദൈവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റവൈ എന്ന ദൈവം, മയോൻ എന്നുള്ള ദൈവം, മറ്റ് പല ദൈവങ്ങൾ. ഈ ദൈവങ്ങളൊക്കെ 10-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ചത്തുപോകും. ധാരാളം ദൈവങ്ങൾ ഇന്ത്യയിൽ ചത്തുപോയിട്ടുണ്ട്. ധാരാളം ദൈവങ്ങൾ ലോകത്തും ചത്തു. ഈ അള്ളാഹുക്ക് വരുന്നതും ചത്തുപോകും, മഹാവിഷ്ണു ചത്തുപോകും. കാരണം ലോകം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ലോകത്തിന്റെ ഇന്ന് വരെയുള്ള പോക്കിനകത്ത് ലക്ഷക്കണക്കിന് ദൈവങ്ങൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ നിലനിൽക്കുന്ന ദൈവങ്ങളും ഈ നിലനിൽക്കുന്ന സമൂഹത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക അധികാരങ്ങൾ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിൽ ചത്തുപോകും. എനിക്ക് തോന്നുന്നില്ല കേരളത്തിനകത്തുള്ള ഒരു ശരാശരി മനുഷ്യൻ അദ്ദേഹം ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്റെ അന്തിമഹാകാള എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അന്തിമഹാകാളൻ കുറ്റിപ്പുറം പാലം വന്നതോടുകൂടി ഔട്ടായിപ്പോയ ദൈവമാണ്. അക്കരെ കടത്തണമെങ്കിൽ അന്തിമഹാകാളം വേണമില്ല. വേറൊരു ദൈവമുണ്ട് എൻ്റെ നാട്ടിൽ, ഈ കന്നുകാലികളുടെ ദൈവമാണ്. പുള്ളിക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ള സമയമാണ്. കുറേ കാലം വേറൊരു പണിയും ഇല്ലാതിരിക്കുക കഴിയുന്നു. കന്നുകാലി മുണ്ടിയൻ എന്നാണ് പറയുക. മുണ്ടിയൻ പറമ്പൊക്കെ ഇവിടെയുണ്ട്. കന്നുകാലികൾ ഇങ്ങനെ ഇടവഴികളുള്ള സമൂഹത്തിൽ കന്നുകാലിയെ അഴിച്ചിട്ടാൽ അത് അതിൻ്റെ വഴിക്ക് പോകും. അത് തിരിച്ചു വന്നില്ലെങ്കിൽ വന്നില്ല എന്നുള്ള അവസ്ഥയിൽ കന്നുകാലിയെ വീട്ടിലേക്ക് തിരികെ എത്തിക്കുന്ന ചുമതലയുള്ള ദൈവമായിരുന്നു മുണ്ടിയൻ. നല്ല ആല വന്നു, മതില് വന്നു, കന്നുകാലിയെ നിങ്ങൾ റോട്ടിൽ ഇറക്കിയാൽ പഞ്ചായത്ത് പിടിച്ചു കൊണ്ടുപോകുമെന്നുള്ള ശിക്ഷ വന്നതോടുകൂടി മുണ്ടിയൻ ഔട്ടായി. ആ ദൈവത്തിന് ഇനി യാതൊരു സ്ഥാനമില്ല. ഭണ്ണാരമൂർത്തി എന്ന് പറയുന്ന ദൈവം വസൂരി ഇല്ലാതായ അന്ന് ഇല്ലാതായി. ഇനി ലോട്ടറിക്ക് വേറെ ദൈവവും ഫിനാൻസിന് വേറെ ദൈവവും ഒക്കെ വേറൊരു കാലത്ത് വന്നേക്കാം. ദൈവങ്ങൾ അത്രയുള്ളൂ, ദൈവങ്ങൾ മരിച്ചു പോകും. ഈ സൗത്ത് ഇന്ത്യയിലെ ദൈവസങ്കല്പം മുഴുവൻ ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിൽ ഈ അധിനിവേശം എന്നുള്ള വാക്കോട് ശരിയല്ല, ഭക്തിപ്രസ്ഥാനത്തിന്റെ ഈ 2ാം ഫേസിലെ വരവോടുകൂടി ഇല്ലാതാക്കുന്നു. പകരം രാമനും സീതയും കൃഷ്ണനും ഒക്കെ വരും. ഈ രാമൻ വരുന്നത് തന്നെ രാമായണത്തിലെ രാമനായിട്ടല്ല. രാമായണത്തിലെ രാമൻ കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് 12 വയസ്സേ ഉള്ളൂ. രാമായണത്തിലെ സീതയ്ക്ക് കല്യാണം കഴിക്കുമ്പോൾ 5 വയസ്സേ ഉള്ളൂ. വാൽമീകി രാമായണം വായിച്ചാൽ അറിയാം. 5 വയസ്സുള്ള സീതയെ നഴ്സറി പഠിക്കുന്ന കുട്ടിയാണ്. 5 വയസ്സുള്ള തെറ്റല്ല, അന്ന് അത് അനുവദനീയമാണ്. 5 വയസ്സുള്ള സീതയെ മൊയ്ൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീറിന് 10 വയസ്സേ ഉള്ളൂ. ലോകത്തെ മുഴുവൻ ഭ്രാന്തരാക്കി മാറ്റുമ്പോൾ നിങ്ങൾ 4-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ജയിച്ച ഒരു കുഞ്ഞിനെ മനസ്സിലാലോചിച്ചിട്ട് ഇവളാണോ ലോകത്തെ മുഴുവൻ ഭ്രാന്തരാക്കിയത് എന്ന് ചോദിക്കും. ഒരു ദേശത്തിന്റെ ആചാരം, ഒരു ദേശത്തിന്റെ കല, ഒരു ദേശത്തിന്റെ സൗന്ദര്യ സങ്കല്പം എന്നിവ. രാമായണത്തിലെ സീത 5 വയസ്സുകാരിയായ സീതയെ 12 വയസ്സുകാരായ രാമൻ ആരുടെയും സമ്മതമില്ലാതെ സീതയുടെ അച്ഛന്റെ മാത്രം സമ്മതത്തോടു കൂടി കല്യാണം കഴിക്കുന്നതാണ് രാമായണത്തിലെ വിവാഹരംഗം. പക്ഷെ അത് കമ്പനിലേക്ക് വരുന്നതോടുകൂടി പിൽക്കാലത്ത് രാമായണത്തിൽ എവിടെയും ഇല്ലാത്ത സ്വയംവരം എന്നൊരു സങ്കല്പം ഉണ്ടായി. വാൽമീകി രാമായണം കമ്പോട് നമുക്ക് വായിച്ചവർക്കറിയാം, അതിൽ സ്വയംവരമൊന്നുമില്ല. സീതയോട് ജനകൻ പറയുന്നു, നിന്നെ കെട്ടാൻ ഒരു ചെറുക്കം വരുന്നുണ്ട്, വൈകുന്നേരം വന്നോളൂ, അവള് വന്നു, അവൻ കെട്ടി, അവര് പോയി എന്നല്ലാതെ സീത ഇങ്ങനെ മാലയും എടുത്ത് 10,000-കണക്കിന് രാജാക്കന്മാരുടെ ഇടയിലൂടെ നടക്കുന്ന സീതയുടെ പിൽക്കാലത്ത് ആരും കൂട്ടിച്ചേർക്കാം. ഇന്ന് കാണുന്ന സീരിയലിലെ സീതയാവട്ടെ, 10-35 വയസ്സുള്ള സീത, അത് വളരെ പിൽക്കാലത്ത് വന്ന ഒന്നാണ്. പക്ഷെ കമ്പന്റെ കാലമാകുമ്പോഴേക്ക് സീതയുടെ ശരീരം വളർന്നു, സീതയുടെ അവയവങ്ങൾ വളർന്നു, നോട്ടം അവയവങ്ങളിലേക്കായി. രാമനെ കണ്ട് സീതയുടെ 5 വയസ്സുള്ള കുഞ്ഞിരാമനെ സീതയുടെ മാറിടം രാമനെ കണ്ട് കാമപാരവശ്യത്താൽ ത്രസിച്ചു എന്ന് കമ്പൻ എഴുതുന്നു. ഇങ്ങനെ സൗത്ത് ഇന്ത്യയെ മിക്കവാറും പുറത്താക്കിയ വ്യവഹാരത്തിനകത്ത് നടന്ന ആര്യാവർത്തത്തിലെ ചില ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ഭഗവത്ഗീത ചിരന്തനമാക്കാൻ ശ്രമിച്ചത്. അതേസമയം ഇവിടെ വേറെ ഇവിടെ ഈ തിണകളിൽ പല മട്ടിലുള്ള ജീവിതങ്ങൾ, പല മട്ടിലുള്ള ആചാരങ്ങൾ, പല മട്ടിലുള്ള കല്യാണങ്ങൾ. എനിക്ക് രസകരമായി തോന്നിയൊരു കല്യാണം, അത് യുക്തിവാദികൾ പരിശീലിക്കേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചെറുക്കന് ഒരു പെണ്ണിനെ ഇഷ്ടം തോന്നിയാൽ അവരുടെ വീട്ടുമുറ്റത്ത് ഒരു മടൽ കൊണ്ട് കുതിര ഉണ്ടാക്കി കിടക്കുക, വേറെ ഒന്നുമില്ല, അവിടെ കിടന്നാൽ മതി. ഇപ്പൊ നാട്ടുകാരൊക്കെ ഇടപെടും, ഈ ചെറുക്കന് എന്തിന്റെ കേടാണ് എന്ന് ചോദിക്കും. അപ്പോൾ ആളുകൾ പറയും, ആ വീട്ടിലെ പെണ്ണിനെ ഇവന് പ്രേമമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തല്ല് കിട്ടും, ആ സമൂഹമാണെങ്കിൽ അവരെ കല്യാണം കഴിച്ചോളും, കല്യാണം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ഇനി അഥവാ ഈ അച്ഛനും പെണ്ണും നാട്ടുകാരും കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ
ആ ചെറുക്കവന് തിരിച്ചു വരില്ല, അവൻ അവിടെ കിടന്ന് മരിക്കും. റൊമാൻസ് ഉണ്ടായത് യൂറോപ്പിലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നോവൽ ഉണ്ടായത് യൂറോപ്പിലാണ്, റൊമാൻസ് എന്ന സാഹിത്യ പ്രസ്ഥാനം ഉണ്ടായത് യൂറോപ്പിലാണ്. ഈ റൊമാൻസ് തലക്ക് പിടിച്ച ചെറുക്കനേക്കാളും വലിയൊരു റൊമാൻറ്റിസ്റ്റിനെ നിങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ടോ? ഒരു പെണ്ണിന്റെ വീട്ടുമുറ്റത്ത് കിടന്ന് പട്ടിണി കിടന്ന് ചാവുക. ചത്തു കഴിഞ്ഞാൽ അവൻ വീരനാണ്. പ്രണയത്തിൽ മരിക്കുന്ന എല്ലാവരും എല്ലാ കാലത്തും വീരന്മാരാണ് സൗത്ത് ഇന്ത്യയിൽ. പക്ഷെ പ്രണയത്തിൽ മരിച്ച ശൂർപ്പണഖ ഒരു കാലത്തും ആര്യാവർത്തത്തിലെ ഹീറോയിൻ അല്ല. അതുകൊണ്ട് നമ്മുടെ കഥകളിയിൽ ഇപ്പോഴും ഈ ശൂർപ്പണഖമാരെ സൃഷ്ടിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ ഇവർ ഒഴിവാക്കണം. കഥകളിയിൽ ലളിത എന്നൊരു വേഷമുണ്ട്, പെൺകരി എന്ന് പറയും. പെൺകരി ആദ്യം ലളിതയായിട്ട് വരും, സുന്ദരിയായിരിക്കും, ഒരു പ്രണയാഭ്യർത്ഥന നടത്തും. കൊള്ളാവുന്ന ചെറുക്കന്മാരൊന്നും ഈ പ്രണയം അംഗീകരിക്കില്ല. അപ്പോൾ അവൾ വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ അവളുടെ മൂക്കും മുലയും മരിച്ചു കളയും. അതാണ് കഥകളിയിലെ പെൺകരി. വാസ്തവത്തിൽ ഒരു ശൂർപ്പണഖ മാത്രമാണ് ഒരു പെൺകരിയായിട്ട് നമുക്ക് ആര്യാവർത്തത്തിലെ സാഹിത്യത്തിൽ വെക്കാനുള്ളതെങ്കിൽ കഥകളിക്കകത്ത് കണ്ണും മൂക്കും ഇല്ലാതെ ധാരാളം പെൺകരിമാരെ സൃഷ്ടിച്ച് മൂക്കും മുലയും ചെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു വിനോദമാക്കി മാറ്റി. മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി ബാലേന്ദ്ര ചുള്ളിക്കാട് അദ്ദേഹത്തിന്റെ കവിതയിൽ അലീഷാച്ചീനായി പാടി തിമർക്കയല്ലേ അവളുടെ മുല രണ്ടും തുടിക്കയല്ലേ ലളിത പോൽ അവളെന്നെ വിളിക്കയല്ലേ എന്ന് എഴുതുന്നുണ്ട്. ലളിത ആരെന്നറിയോ? ലളിത അടുത്ത നിമിഷത്തിൽ പൂതനയായി മാറും. പൂതനയായി മാറിയ മുല ചെത്തിക്കളയും. പഴയ ബോധമാണ്. പഴയ പ്രണയാഭ്യർത്ഥന നടത്തുന്ന പെണ്ണിന്റെ മൂക്കും മുലയും ചെത്തേണ്ടതാണ് എന്ന രാമായണ ബോധം കഥകളിക്കകത്ത പ്രധാനപ്പെട്ട ഒന്നായി തീരുകയും അത് പിന്നീട് 70കളിൽ വരുന്ന ആധുനിക കവിതയുടെ ഒന്നായി തീരുകയും ചെയ്യുന്നതിന്റെ അബോധത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു കാലം പുഴയിലൂടെ ഒഴുകി ഞരമ്പുകളിലൂടെ കടന്ന് ഓർമ്മകളിലൂടെ പടർന്ന് മറ്റൊരു ജനത അതിൻ്റെ അടിസ്ഥാനം പോലും ആലോചിക്കാത്ത വിധത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അയ്യപ്പൻ ധർമ്മം എന്ന ഒരു വാക്ക് മുന്നോട്ട് വെക്കുമ്പോൾ അയ്യപ്പൻ ഇതിനെ കൂടിയാണ് മറികടക്കുന്നത്. മനുഷ്യനെ നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു, ദൈവത്തെ അതിൽ നിന്ന് എടുത്തു കളയുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവസങ്കല്പത്തെ ഉടനീളം നിഷേധിക്കുന്നു. നാരായണ ഗുരുവിന് തന്നെ ഒടുവിൽ പൂർത്തിമുട്ടി. നാരായണ ഗുരുവിനെ തേടി ആളുകൾ പല അമ്പലങ്ങൾ സ്ഥാപിക്കാൻ വരികയും ഒടുവിൽ പൂർത്തിമുട്ടി നാരായണ ഗുരു ആദ്യം കണ്ണാടി വെച്ചു, പിന്നെ വിളക്ക് വെച്ചു. ഇനി ഒരുപക്ഷെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് വെക്കുന്ന അവസ്ഥയിലേക്ക് നാരായണ ഗുരു എത്തിയിരുന്നു. കാരണം അത്രയും അദ്ദേഹം പൂർത്തിമുട്ടി. 1918 അദ്ദേഹം ശ്രീലങ്കയിൽ യാത്രക്ക് പുറപ്പെടുന്നത് വരെ അദ്ദേഹത്തിന്റെ വേഷവിധാനം വേറെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. ശ്രീലങ്കൻ യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴാണ് കുളുങ്ങിക്കഴിഞ്ഞ് വന്ന നാരായണ ഗുരുവിന്റെ മുമ്പിലേക്ക് കാവി വസ്ത്രമാല വെച്ചു കൊടുക്കുന്നത്. ഗുരു വലിയ തമാശക്കാരനാണ്. ഗുരു പറഞ്ഞ പല തമാശകളും പിൽക്കാലത്ത് അർത്ഥമറിയാതെ ആളുകൾ കാര്യമാണ് എന്ന് കരുതിയിട്ടുണ്ട്. അതിൽ ഗുരു പറയാത്തൊരു തമാശയാണ് നാം പ്രതിഷ്ഠിച്ചത് ഈഴവശിവനെയാണ് എന്നുള്ളത്. ഗുരു ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കിയ ഒരു കള്ള ഫ്രേസാണ്. പക്ഷെ അത് ഉറച്ചു കൊണ്ടിരിക്കുന്നു. ഗാന്ധി മരിക്കുമ്പോൾ ഹരേ റാം ഹേ റാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെയാണ്. ഗാന്ധിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറയിപ്പിക്കും. നാരായണ ഗുരു നാം പ്രതിഷ്ഠിച്ചത് ഈഴവശിവനെയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നാം അങ്ങനെ ചെയ്യും. കാരണം ആദ്യത്തെ ഈഴവശിവനെ പ്രതിഷ്ഠിക്കുന്നത് നാരായണ ഗുരു അല്ല. ആദ്യത്തെ ഈഴവശിവനെ പ്രതിഷ്ഠിക്കുന്നത് നാരായണ ഗുരു ജനിക്കുന്നതിന് 3 വർഷം മുമ്പ് ആലപ്പുഴയിലെ മംഗലം ക്ഷേത്രത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആദ്യത്തെ വിശ്രമോചനം നടത്തുന്നത് സഹോദരൻ അയ്യപ്പനല്ല കേട്ടോ, 1917 തെറ്റിദ്ധരിക്കരുത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അന്ന് മാധ്യമങ്ങൾ ഇല്ലാത്തതുകൊണ്ടും അന്നത്തെ ചരിത്ര വിജ്ഞാനം ഇത്രയേറെ പ്രബലമല്ലാത്തതുകൊണ്ടും ഇവരൊക്കെ അസ്തമിച്ചു പോയി എന്നേ ഉള്ളൂ. കേരളീയ നവോത്ഥാനത്തിലെ ആദ്യകാല രക്തസാക്ഷികളിൽ ഒരാളാണ് ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. വെട്ടിക്കായലിലിട്ട് കൊന്നുകളഞ്ഞതാണ്. അദ്ദേഹമാണ് ഈഴവരെയും കൂട്ടി ആദ്യമായിട്ടൊരു അമ്പലത്തിലേക്ക് പോകുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം അല്ല. ഇനി 1924 വൈക്കം സത്യാഗ്രഹവും നാം വിചാരിച്ച റൂട്ടിലൂടെയല്ല സഞ്ചരിച്ചത്. ആ റൂട്ട് ശ്രീനാരായണന്റെ റൂട്ടാണ്. ടി.കെ. മാധവനാണ്. ടി.കെ. മാധവൻ കാക്കിനാടയിൽ പോയി മഹാത്മാഗാന്ധിയെ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിച്ചതാണ്. ഐത്തോച്ചാടനമായിരിക്കണം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന്. അങ്ങനെയാണ് 1921 KPCC സമ്മേളനം ഐത്തോച്ചാടനത്തെ കോൺഗ്രസിന്റെ ആദർശ ലക്ഷ്യങ്ങളിൽ ഒന്നായി തീർക്കുന്നതും വൈക്കത്ത് ആളുകൾ സത്യാഗ്രഹം ഇരിക്കുന്നതും. പക്ഷെ വൈക്കം സത്യാഗ്രഹത്തിനകത്ത് ടി.കെ. മാധവന്റെ പേരില്ല, ഗുരുവായൂർ സത്യാഗ്രഹത്തിനകത്ത് കെ കേളപ്പന്റെ പേരില്ല, ഇരുന്നതിനും തല്ലുകൊണ്ടതുമായ ആരുടെയും പേര് എവിടെയും ഇല്ല. പകരം വേറെ ആരൊക്കെയോ എവിടെയൊക്കെയോ കയറി വന്ന് നായക സങ്കല്പങ്ങൾ പുതുതായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്
ധർമ്മം എന്ന ഒരു വാക്ക് തൻ്റെ ആദർശ ലോകത്തിൻ്റെ ആണിക്കല്ലായി സഹോദരൻ അയ്യപ്പൻ പ്രക്ഷേപിക്കുമ്പോൾ അദ്ദേഹം മറികടക്കുന്നത് ആയിരത്താണ്ടുകളിലൂടെ കടന്നു വന്ന ദൈവകേന്ദ്രിതമായ ഒരു ആചാര വ്യവസ്ഥയെയാണ്. ഈ ആചാര വ്യവസ്ഥയെ മറികടക്കുന്ന ഒരാൾ നേരിടേണ്ടി വരുന്ന എല്ലാ എതിർപ്പുകളും അയ്യപ്പൻ നേരിട്ടു. അയ്യപ്പന് SNDP യോഗത്തിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടിയില്ല. അയ്യപ്പന് പൊതുസമൂഹത്തിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയില്ല. അയ്യപ്പന് പൊതുസമൂഹത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ ഇനിയും അയ്യപ്പൻ ഒരു ദശകം മുന്നോട്ട് പോകണം. അയ്യപ്പൻ രാഷ്ട്രീയത്തിലേക്ക് വരണം. അയ്യപ്പൻ മന്ത്രിയാവണം. അയ്യപ്പൻ MLC ആവണം. അയ്യപ്പൻ നിയമസഭയിലേക്ക് വന്ന് MLC ആയി മന്ത്രിയായി കഴിഞ്ഞാൽ പൊതുസമൂഹം നിർമ്മിച്ച അയ്യപ്പനായി അതുവരെ ഏതാണ്ട് സമാനതയുമായി ചേർന്നുള്ള വളരെ ചുരുങ്ങിയ ഒരു ഗ്രൂപ്പിനകത്തുള്ള പോരാട്ടത്തെയാണ് അയ്യപ്പൻ ജനതയുടെ പോരാട്ടമായി വ്യാപിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മിശ്രഭോജനം. മിശ്രഭോജനത്തെ കുറിച്ച് നമ്മൾ വലിയമായി പ്രശംസിക്കും. കുമാരനാശാൻ പറഞ്ഞില്ലേ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, കെട്ടില്ലാത്തോ തമ്മിൽ ഉണ്ണാത്തോ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ആശാനെ സ്വന്തം ജാതിക്കാരെ കല്യാണ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കഥ നമ്മൾ ആശാന്റെ ജീവചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ആശാൻ കൈ കഴുകി ഊണിനിരിക്കുമ്പോൾ ആശാൻ ജാതിയിൽ താണ തീയനല്ല ഈഴവനായിരുന്നു. മലബാറിലെ തീയനും തിരുവിതാംകൂറിലെ ഈഴവനും ഒന്നല്ല കേട്ടോ, രണ്ട് ജാതിയാണ്. ശ്രീനാരായണ പ്രസ്ഥാനമാണ് രണ്ടിനെയും ചേർത്ത് വിളക്കി ഒന്നാക്കിയത്. തിരുവിതാംകൂറിലെ ഈഴവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി നടക്കുമ്പോൾ ഇവിടെ തീയൻ സബ് കളക്ടറായി തുക്കിടി സാഹിബായി ശമ്പളത്തിനൊക്കെ പെൻഷനും വാങ്ങി നിൽക്കുന്നുണ്ട്. രണ്ട് വ്യത്യാസമാണ്. നാരായണ ഗുരു ഇതിനെ ഏകോപിപ്പിച്ചു. ഈ സമുദായത്തിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ സഹോദരൻ അയ്യപ്പൻ ഈ ഈഴവ സമുദായത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വളരുകയും അദ്ദേഹം ഈ ആചാരബദ്ധമായ സാമൂഹിക വ്യവസ്ഥയെ മറികടക്കാൻ പരിശ്രമിക്കുകയും രാഷ്ട്രീയത്തെയും പൊതുജനാധിപത്യ വേദിയെയും തൻ്റെ പ്രവർത്തനങ്ങളുടെ മണ്ഡലമായി നിശ്ചയിക്കുകയും ചെയ്തു. 1949 അയ്യപ്പൻ മന്ത്രിയാകുമ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് അവസാനത്തെ വാക്യം ഉപേക്ഷിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ പേരിൽ എന്ന വാക്യം ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുടെ പേര് അയ്യപ്പൻ എന്നാണ്. ക്രിസ്ത്യൻ പത്രങ്ങളൊക്കെ വലിയ ബഹളം ഉണ്ടാക്കി. ഈ സത്യപ്രതിജ്ഞ നിലനിൽക്കുമോ എന്നതിനെ കുറിച്ച് കേരളം കുറെ കാലം ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവസാനത്തെ വാചകം ഉപേക്ഷിച്ച ഒരാളുടെ സത്യപ്രതിജ്ഞ നിലനിൽക്കുമോ? അയ്യപ്പനെടുത്ത തീരുമാനം നിലനിൽക്കില്ലെങ്കിൽ വേണ്ട, ഞാൻ പുറത്തു പോകും. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച് വഴിയിൽ നിന്ന് മാറിപ്പോയൊരു കാര്യമാണ്. കുമാരനാശാൻ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്നൊക്കെ എഴുതിയെങ്കിലും അത് ഈ കുട്ടിയുടെ വിചാരത്തിലാണ്. 1908 2008 110 കൊല്ലം 110 കൊല്ലം മുമ്പേ എഴുതിയ ആ വരി അതേപോലെ നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. നമ്മൾ പടവലങ്ങ പോലെ താഴേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അതിന്റെ അവസാനത്തെ വരിയില്ലേ, കെട്ടില്ലാത്തവർ, അത് കേരളത്തിൽ ഇന്നുണ്ട്. വലിയ വിപ്ലവകാരിയായിരിക്കും, ഒന്നാന്തരം നേതാവായിരിക്കും, രാഷ്ട്രീയം നിർത്താതെ പറയും. പക്ഷെ സ്വന്തം മകളെ സ്വന്തം ജാതിക്കാരനെ കൊടുക്കും. ഒറ്റ തർക്കവും വേണ്ട. നിങ്ങളുടെ നാട്ടിലിറങ്ങി സകല രാഷ്ട്രീയക്കാരുടെയും ബയോഗ്രഫി ഉണ്ട്. സകല രാഷ്ട്രീയക്കാരുടെയും ബയോഗ്രഫി ഉണ്ട്. കോൺഗ്രസ്, ലീഗ്, BJP, CPM, CPI, എനിക്ക് പേരറിയുന്നതും അറിയാത്തതുമായ എല്ലാ, കാരണം രാഷ്ട്രീയക്കാരാണല്ലോ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ആദ്യത്തെ ഘടകം അവരാണ്. അവരുടെ ജീവിതത്തിലൂടെയാണ് ഒരു സമൂഹം ആദർശാത്മകമായ ഒരു ലോകത്തിലേക്ക് നടക്കുന്നത്. ഇങ്ങനെ കെട്ടില്ലാത്തവർ എന്ന് കുമാരനാശാൻ ഒരു കാലത്ത് ആവിഷ്കരിച്ച ഒരു സാമൂഹിക അനാചാരത്തെ ഇനിയും പരിഷ്കരിക്കണമെന്ന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. 1917 സഹോദര സംഘത്തിൽ നിന്ന് അയ്യപ്പൻ വളരുന്നത് യുക്തിവാദത്തിലേക്കും പൊതു ജനാധിപത്യ വേദിയിലേക്കും സയൻസിലേക്കും ആണ്. ആ വളർച്ചയാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ വളർച്ച. ആ വളർച്ചയ്ക്കിടയ്ക്കാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം പലയിടങ്ങളിലായി പല സമരങ്ങളിലായി മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള ബോധ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഭാഗ്യം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പിന്തുണയുണ്ടായി. അതുകൊണ്ടാണ് ഈ അടുത്ത കാലം വരെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ചു കാലം മുമ്പാണ് യുക്തിവാദി സംഘം അതിന്റെ ഭരണഘടനയിൽ നിന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കണമെന്നില്ല എന്നാക്കി തീർത്തത് എന്നാണ് എൻ്റെ ഓർമ്മ. അതുവരെ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും കമ്മ്യൂണിസ്റ്റ് വിശ്വാസവും യുക്തിവാദവും കൈകോർത്ത് പോയ ഒന്നായിരുന്നു. സയൻസിനെ കുറിച്ച് കവിത എഴുതുമ്പോൾ അയ്യപ്പൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചതും ലോക നിയമങ്ങൾ സയൻസിനകത്ത് കിടക്കുന്നു എന്നും ശാസ്ത്രത്തിനു പുറത്തുള്ള അന്ധവിശ്വാസ ജടിലമായ ഒരു ലോകത്തെ കൊണ്ട് ഒരാൾക്കും ഒരു ഫലവുമില്ല എന്നുമാണ്
വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യൻ തൈക്കാട് അയ്യാവ് இந்த ഉലകത്തിലെ മനിതർക്ക് ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് തമിഴിൽ തൻ്റെ ശിഷ്യനായ നാരായണ ഗുരുവിന് കൊടുത്ത മുദ്രാവാക്യത്തെ ആശ്രമത്തിലിരുന്നു കൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് തിരുത്തിയതിനെ തൻ്റെ ശിഷ്യൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് തിരുത്തിയതിൻ്റെ കഥ സഹോദരൻ അയ്യപ്പന്റെ മാനവികതയിലും കമ്മ്യൂണിസത്തിലും യുക്തിവാദത്തിലും രാഷ്ട്രീയ പ്രബുദ്ധതയിലും മടിയുറച്ച സഞ്ചാരത്തിന്റെ കഥയാണ്. അതുകൊണ്ട് അയ്യപ്പനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഞാൻ നിൽക്കുന്ന ഈ ദിവസം നിലനിൽക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂട ഭീകരതക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് കൂടിയാണ്. യുക്തിയെയും ചിന്തയെയും സ്വാതന്ത്ര്യത്തെയും സോഷ്യലിസത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്ക് എത്ര അടുത്ത ചങ്ങലകളുമായി വന്ന് ഭരണകൂട ഫാസിസം ഒച്ചയുണ്ടാക്കിയാലും അതിനെതിരെ ഉയർത്താനുള്ള കയ്യിൽ തുടിക്കുന്ന ചോരയുടെ പ്രവേഗം തിരിച്ചറിയാൻ പോകാതെ കഴിയില്ല എന്നതാണ് അയ്യപ്പന്റെ ഓർമ്മ ഉയർത്തുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഞാൻ ആ വാക്കിനെ ഉത്തരവാദിത്വം എന്ന് തന്നെ വിളിക്കുന്നു. സഹോദരൻ കെ അയ്യപ്പൻ എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം മലയാളിയുടെ ഉത്തരവാദിത്വം എന്നാണ്.